വി ഡി സതീശൻ യഥാർത്ഥത്തിൽ എന്തുദ്ദേശിച്ചായിരിക്കും ഈ ഒരു ബോംബ് പൊട്ടാനുണ്ട് അല്ലെങ്കിൽ കേരളത്തെ മൊത്തം ഞെട്ടിക്കാനുള്ള ഒരു വിവരം പുറത്തു വരുന്നു എന്ന് ബി ജെ പിയും സി പി എമ്മിനെയും നോക്കി പറഞ്ഞത്? ഇതൊരു അസാധാരണമായ ഒരു മുന്നറിയിപ്പും വെല്ലുവിളിയും ഒക്കെയാണല്ലോ. താങ്കൾക്ക് എന്ത് മനസ്സിലായി? ഗോപികൃഷ്ണൻ, ഫുട്ബോൾ ഭാഷയിലാണ് പറയുന്നതെങ്കിൽ ഇതുവരെ ഡിഫെൻസീവായിട്ട് കളിച്ച് തുടർച്ചയായിട്ട് ഗോളുകൾ ഏറ്റുവാങ്ങിയ ഒരു ടീമിൻ്റെ നായകൻ ഇപ്പോൾ കൗണ്ടർ അറ്റാക്കിലേക്ക് കടക്കുകയാണ്. ആ കൗണ്ടർ അറ്റാക്കിൽ എതിർ പോസ്റ്റിൽ ഗോൾ അടിക്കാൻ കഴിയുമോ, അടിച്ചാൽ തന്നെ ഇതുവരെ ഏറ്റുവാങ്ങിയ ഗോളുകൾക്ക് അപ്പുറത്തേക്ക് ഗോളുകൾ അടിച്ചു കയറ്റി വിജയിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമൊക്കെ അവിടെ ബാക്കിയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ കണ്ട വി ഡി സതീശനെ അല്ല, കഴിഞ്ഞ 2 ദിവസം അല്ലെങ്കിൽ ഇതിനു മുമ്പത്തെ 2 പത്രസമ്മേളനങ്ങളിലും വി ഡി സതീശൻ്റെ ശരീരഭാഷ ഒരു പരാജയത്തിൻ്റെയോ അതല്ലെന്നുണ്ടെങ്കിൽ വല്ലാത്ത ഖിന്നനായ അദ്ദേഹം ഒരു മുറിവേറ്റവൻ്റെ അദ്ദേഹത്തിൻ്റെ വീര്യവും കരുത്തുമൊക്കെ ചോർന്നു പോയ ഒരാളുടെ ബോഡി ലാംഗ്വേജ് ആയിരുന്നു, ശരീരഭാഷയായിരുന്നു അദ്ദേഹത്തിൻ്റെ. പക്ഷേ ഇന്ന് ആ ഭാഷ അദ്ദേഹം മാറ്റിപ്പിടിക്കുക. ഇന്ന് വളരെ അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ആ ഭാഷയിലേക്ക്, ആ കരുത്തിലേക്ക്, വാചാലതയിലേക്കൊക്കെ മടങ്ങി വരുന്നു. ആക്രമണത്തെ, അതായത് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൈക്കൊണ്ട നടപടികളെയൊക്കെ വളരെ ശക്തമായി ന്യായീകരിക്കുന്നു. അതായത് ഇതുപോലെ ആര് നടപടി എടുത്തിട്ടുണ്ട്? സി പി എമ്മിനെ വെല്ലുവിളിക്കുന്നു, ബി ജെ പിയെ വെല്ലുവിളിക്കുന്നു. ഇതിനപ്പുറത്ത് ഏത് പാർട്ടിയാണ് ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ നടപടി എടുത്തിരിക്കുന്നത്? അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കി, അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കി, കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷിയിൽ നിന്ന് താൽക്കാലികമായി മാറ്റി നിർത്തുന്നു. അദ്ദേഹത്തിന് നിയമസഭയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഏതെങ്കിലും നടപടികളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ഇത്രയെല്ലാം ചെയ്തു കഴിഞ്ഞു. എന്നിട്ടും വീണ്ടും അതായത് അദ്ദേഹത്തെ ആക്രമിക്കുന്നു, രാജി ആവശ്യപ്പെടുന്നു. അതുമാത്രമല്ല, രാജി ആവശ്യപ്പെടുന്നതിനപ്പുറത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് വിത്തുകാളയും കൊണ്ട് ചെല്ലുന്ന ബി ജെ പി സമരം, പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് കടന്നു ചെന്ന് പോലീസ് നോക്കി നിൽക്കെ ആ മുറ്റത്ത് ഉള്ള ചെടിച്ചട്ടികൾ അടക്കം തകർക്കുന്ന SFI പ്രതിഷേധവും കണ്ടു. സ്വാഭാവികമായിട്ടും വി ഡി സതീശൻ ഇതിനകത്തുള്ള ആ ലക്ഷ്യം, യഥാർത്ഥ ടാർഗറ്റ് ആരാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വി ഡി സതീശൻ വിചാരിക്കുന്നത് ഇനി വെറുതെ പ്രതിരോധം കൊണ്ട് ഫലമില്ല, ഇനി പന്ത് എതിർ കക്ഷിയുടെ അല്ലെങ്കിൽ എതിരാളികളുടെ കോർട്ടിലേക്ക് ഡ്രിബിൾ ചെയ്ത് എത്തിക്കുകയും എന്നിട്ട് പെനാൽറ്റി ബോക്സിലേക്ക് കടന്ന് ശരിക്ക് ഗൺ ഷോട്ടുകൾ ഉതിർക്കാതെ ഇനി ഒരു പാർട്ടി എന്നുള്ള നിലയിൽ, ഒരു മുന്നണി എന്നുള്ള നിലയിൽ കോൺഗ്രസിനും UDF-നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ആ തിരിച്ചറിവിൽ നിന്നാണ് ഇന്ന് അദ്ദേഹം പന്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറ്റാക്ക് കൗണ്ടർ അറ്റാക്കായി മാറുന്നത്. ആ കൗണ്ടർ അറ്റാക്കിൽ അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹം കൃത്യമായി പറയുന്നു, അധികം അഹങ്കരിക്കേണ്ട, അധികം ഞെളിയണ്ട, വരുന്നുണ്ട്, നിങ്ങൾക്കുള്ളത് വരുന്നുണ്ട്, അത് കേരളം ഞെട്ടും എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട്, എൻ്റെ ശരീരഭാഷ കണ്ടിട്ട് ഇത് അഹങ്കാരമാണെന്ന് ധരിക്കണ്ട. എൻ്റെ ബോഡി ലാംഗ്വേജിൽ അത് അഹങ്കാരം അല്ല, ഞാൻ വസ്തുതയാണ്, അതായത് പറയാനുള്ള കൃത്യമായിട്ട് നടക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. ഞാൻ വെറുതെ വിൺവാക്ക് പറയാറില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറയുന്നു. അതുപോലെ തന്നെ വിത്തുകാളെ ബി ജെ പിക്കാരോട് പറയുന്നു, അതിനെ അഴിച്ചു കൊണ്ടുകൊണ്ട് അവിടെ കെട്ടിയിട്, ആവശ്യം വരും. അതായത് അദ്ദേഹത്തിൻ്റെ, അതായത് സംസ്ഥാന പ്രസിഡന്റ് അല്ല ശ്രീ ജോർജ് പൊടിപ്പാറ, അതായത് ഇതിപ്പോൾ 2 പേരെ ലക്ഷ്യമിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, CPM-നെയും BJP-യും. ഇവർ 2 പേരുമാണ് MLA സ്ഥാനം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിയണം എന്ന ആവശ്യം ഉന്നയിച്ച് സമരരംഗത്തുള്ളതും പ്രതിഷേധത്തിൻ്റെ പാതയിലുള്ളതും. അവരെ വിരട്ടി നിർത്താൻ വേണ്ടി മാത്രം ഉപയോഗിച്ച ഒരു പൊടിക്കൈയായിട്ടാണോ ഈ പരാമർശങ്ങളെ കാണുന്നത്? അതായത് നിങ്ങളുടെ ചില സംഭവങ്ങൾ ഞങ്ങളുടെ കയ്യിലുമുണ്ട്, ചില ബോംബുകൾ പൊട്ടിക്കാൻ ഞങ്ങളെ കൊണ്ടും കഴിയും, നിങ്ങൾ കാത്തിരിക്കൂ എന്ന് പറയുന്നതിലൂടെ. പിന്നെ മാത്രമല്ല, വിചിത്രമായ ചില കാര്യങ്ങൾ പാർട്ടി അന്വേഷിക്കാൻ തയ്യാറല്ല, അന്വേഷിക്കേണ്ടതായ ഒരു ഔദ്യോഗിക പരാതിയും പാർട്ടിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. അതേ പാർട്ടി തന്നെ, അല്ലെങ്കിൽ AICC നേതൃത്വം തന്നെ രാഹുലിനെ തിരിച്ചെടുക്കണമെങ്കിൽ നിരപരാധിത്വം തെളിയിക്കണമെന്ന് പറയുന്നു. അതായത് കുറ്റം ചെയ്തതായി പാർട്ടി കണ്ടെത്തിയിട്ടില്ല, കുറ്റം ചെയ്തു എന്ന് പാർട്ടി കരുതുന്നുമില്ല, നടപടി ഒരു ഭാഗത്ത് എടുക്കുന്നുണ്ട്, AICC പറയുന്നു നിരപരാധിത്വം തെളിയിക്കണമെന്ന്. എന്ത് കാരണം പറഞ്ഞാണോ MLA സ്ഥാനത്ത് തുടരാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുവദിച്ചിരിക്കുന്നത്, അതേ കാരണം പറഞ്ഞു തന്നെ ഇവിടെ നടപടിയും സ്വീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ വിചിത്രമായ ന്യായങ്ങൾ നിരത്തിയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ രാഹുൽ വിഷയത്തെ കോൺഗ്രസ് നേതൃത്വം കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു കൗണ്ടർ അറ്റാക്കിനൊക്കെയുള്ള ഒരു കരുത്ത് പ്രതിപക്ഷ നേതാവിന് എവിടെ നിന്ന് കിട്ടി? ഗോപികൃഷ്ണൻ, ഇതിനകത്ത് ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ,
ഇതിനു മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഈ രീതിയിലുള്ള ആരോപണങ്ങൾ വന്നവർക്കെതിരെ ഇത്രയും ശക്തമായ നടപടി എടുത്തിട്ടില്ല. അവരുടെ MLA സ്ഥാനം സുരക്ഷിതമാണ്, അവരുടെ മന്ത്രിസ്ഥാനങ്ങൾ സുരക്ഷിതമാണ്, അവരിപ്പോഴും മന്ത്രിസഭയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ധാർമ്മിക അവകാശമുണ്ട് ഞങ്ങളെ ആക്രമിക്കാൻ? ഞങ്ങൾ ആരോപണം ഉന്നയിക്കപ്പെട്ടു, ഒരു FIR ഇല്ല, പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയില്ല, പരാതിക്കാർ വ്യക്തമായിട്ട് രംഗത്ത് വന്നിട്ടില്ല. ഇതൊക്കെ ഇല്ലാതിരുന്നിട്ടും ഞങ്ങൾ നടപടിയെടുക്കുന്നു. ആ നടപടി എടുത്തിട്ട് നിങ്ങൾ പറയുന്നു പോരാ 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 എന്ന് പറയുന്നു. നിങ്ങൾക്ക് എന്ത് ധാർമ്മിക അവകാശമുണ്ട്? നിങ്ങൾക്ക് എന്ത് സദാചാരം, എന്ത് രാഷ്ട്രീയ സദാചാരം വെച്ചുകൊണ്ടാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പറയുന്നത്? അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ വന്നപ്പോൾ അത് സത്യമാണോ അസത്യമാണോ വസ്തുതാപരമാണോ അതോ അത് വെറും ആരോപണം മാത്രമാണ്? ഇതൊക്കെ നിലനിൽക്കുമ്പോൾ പോലും ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തു. വെറും നടപടിയല്ല, വളരെ ശക്തമായ നടപടിയെടുത്തു. പിന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലെ രാജി എന്ന് പറയുന്നത്, MLA സ്ഥാനം എന്ന് പറയുന്നത് പാർട്ടിക്ക് മാത്രം അങ്ങ് രാജിവെപ്പിക്കുക. അതിനകത്ത് കുറച്ച് സാങ്കേതികത്വങ്ങളുണ്ട്. അത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പോസ്റ്റാണ്. അതിൽ നിന്ന് രാജിവെപ്പിക്കുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങളും അതിനകത്ത് ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾ പെൻഡിങ്ങിൽ വെക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന് പാർട്ടി ആഗ്രഹിക്കുന്ന ഒരു സാങ്കേതികത കൂടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ തന്ത്രം കൂടി അതിനകത്തുണ്ടാകാം എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. പക്ഷേ എങ്കിൽ പോലും താങ്കൾ പറഞ്ഞ ചില ചോദ്യങ്ങൾ പ്രസക്തമാണ്. ഒരു വശത്തൊരു ആരോപണമില്ല, FIR ഇല്ല, പരാതിയില്ല, പരാതിക്കാരികളില്ല എന്ന് പറയുന്ന അതേ പാർട്ടി തന്നെ എടുക്കാവുന്നതിൻ്റെ മാക്സിമം ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പോലുള്ള പണിഷ്മെൻറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കുന്നത്. അതെങ്ങനെ പൊരുത്തപ്പെടും എന്ന ചോദ്യത്തിന് ചില കാര്യങ്ങൾ പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. ശരി, ചില കാര്യങ്ങൾ ഇനിയും പാർട്ടിക്ക് മനസ്സിലാക്കേണ്ടി വരുമെന്ന തിരിച്ചറിവും അവർക്കുണ്ട്. പക്ഷെ എല്ലാ കാര്യങ്ങളും പരസ്യമായി പറയുന്നില്ല. പക്ഷെ പാർട്ടി പലതും കൃത്യമായി മനസ്സിലാക്കും.